എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈജിപ്തിലുള്ള ചില മിസ്റ്റീരിയസ് കഥകളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇങ്ങനത്തെ പുതിയ അറിവുകളും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 4000 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ പിരമിഡുകളുടെ നിഗൂഢതകൾ ഇതുവരെ ആർക്കും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി നിഗൂഢതകൾ ഉൾക്കൊള്ളുന്ന അത്തരം നിരവധി സ്ഥലങ്ങൾ ലോകത്ത് ഉണ്ട്. ഈ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈജിപ്തും അതിൻ്റെ പിരമിഡുകളും. ഈജിപ്തിലെ ഏറ്റവും നിഗൂഢമായ പുരാവസ്തു ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ആണ്. ഇവിടുത്തെ പിരമിഡുകളുടെ ചരിത്രത്തിന് 4000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇന്നും ഈ പിരമിഡുകളുമായി ബന്ധപ്പെട്ട് നിരവധി നിഗൂഢതകൾ ഉണ്ട്. അവയെക്കുറിച്ച് ആർക്കും ശരിയായ വിവരമില്ല. 2560 ബിസിയിലാണ് ഗിസയിലെ വലിയ പിരമിഡ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഖുഫു പിരമിഡ് എന്നും ഇത് അറിയപ്പെടുന്നു. പുരാതന ഈജിപ്ഷ്യൻ രാജാവായ ഖുഫുവിൻ്റെ ശരീരം സംരക്ഷിക്കുന്നതിനാണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. ഈജിപ്തിലെ മുഴുവൻ അത്ഭുതകരമായ പ്രതിമയാണ് ദി ഗ്രേറ്റ് സ്ഫിങ്ക്സ്. ഇത് ആർക്കുവേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് ഇതുവരെ ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. 73 മീറ്റർ നീളവും 20 മീറ്റർ ഉയരവുമുള്ള ഈ പ്രതിമയുടെ ഏറ്റവും പ്രത്യേകത ഒറ്റ കല്ല് മുറിച്ച് നിർമ്മിച്ചതാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ല് പ്രതിമയാണിത്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിൻ്റെ ഉയരം ഏകദേശം 450 അടിയാണ്. ഈ പിരമിഡിൻ്റെ താഴത്തെ ഭാഗം 13 ഏക്കറിൽ പരന്നുകിടക്കുന്നു. അത് ഏകദേശം 16 ഫുട്ബോൾ മൈതാനങ്ങളോളം വലുതാണ്. ഏകദേശം 5 ബില്യൺ 21 കോടി കിലോഗ്രാം ഭാരമുള്ള ഈ പിരമിഡ് നിർമ്മിക്കാൻ 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചു. ഈ കല്ലുകളിൽ ചുണ്ണാമ്പുകല്ലും ഗ്രാനൈറ്റും ഉൾപ്പെടുന്നു. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനുള്ളിലെ താപനില എപ്പോഴും നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലാണ്. പിരമിഡിന് പുറത്തുള്ള താപനില എന്തുതന്നെയാലും അതിനുള്ളിലെ താപനില എല്ലായ്പ്പോഴും 20 ഡിഗ്രി സെൽഷ്യസായി തുടരും. ഇതുകൂടാതെ ഈ പിരമിഡിന് ഏതു തരത്തിലുള്ള ഭൂകമ്പത്തെയും നേരിടാൻ കഴിയും. ഈ പിരമിഡുകൾ ഇസ്രായേൽ പർവ്വതങ്ങളിൽ നിന്ന് പോലും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈജിപ്തിലെ ഈ പിരമിഡുകൾ ചന്ദ്രനിൽ നിന്ന് പോലും ദൃശ്യമാകുമെന്ന് പറയപ്പെടുന്നു.